ഷാബു പ്രസാദ്, പാലക്കാട്ടെ ഈ സംഭവത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ശ്രീ ആനന്ദ് കൊച്ചുകൂടി പറയുന്നു ശോഭാ സുരേന്ദ്രൻ വിന്നബിൾ കാൻഡിഡേറ്റ് ആയിരുന്നു, അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നതാണ്, പക്ഷേ ഇത് അവരുടെ സാധ്യതകളെ കുറച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. താങ്കൾക്ക് അങ്ങനെ ഒരു വിലയിരുത്തലുണ്ടോ? പിന്നെ ശോഭ പറയുന്ന ഇക്കാര്യം കൊടുക്കാൻ ശ്രമിച്ചു, നമ്മൾ അതിലേക്കൊരു വിശ്വാസ്യത കൊടുക്കേണ്ടതുണ്ടോ? ദൃശ്യങ്ങൾ കള്ളം പറയില്ലല്ലോ. നോക്കൂ മഞ്ജുഷേ, ഇവിടെ പലപ്പോഴും ഇതിനു മുമ്പും നമ്മൾ ഈ ദൃശ്യങ്ങൾ വെച്ചുള്ള കളികളൊക്കെ ധാരാളം കണ്ടിട്ടുള്ളതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് സുരേഷ് ഗോപിക്കെതിരെയും ദൃശ്യങ്ങൾ വെച്ചുള്ള കുറച്ച് കളികൾ ഇവിടെ ഉണ്ട്. സുരേഷ് ഗോപി നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ മാനഭംഗം ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുണ്ടാക്കിയ ഒരു കോലാഹലം നമ്മളിവിടെ കണ്ടതാണ്. എത്ര വലിയ മാധ്യമങ്ങൾ ആഘോഷിച്ചൊരു സംഭവമാണത്. സുരേഷ് ഗോപിയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ മാധ്യമങ്ങളുടെയും ഈ പറഞ്ഞ പോലെ പ്രതിയോഗികളുടെയും ഏറ്റവും വലിയ ടാർഗറ്റ്. ഏതെല്ലാം ലെവൽ വരെ പോകാൻ പറ്റുമോ അത് മുഴുവനും പോയി. അവിടെ എന്താണ്, ലൂർദ് മാതാവിന് കൊടുത്ത കിരീടത്തിൽ ചെമ്പാണ്. ഇങ്ങനെയുള്ള ഏറ്റവും ഞാൻ ഇതിനെ കുറ്റം പറയുന്നില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗം എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ അത്ര വിശുദ്ധവും പിന്നെ എന്താണ് സാത്വികവും ഒന്നുമല്ല. അതായത് നത്തിങ് ഇസ് റോങ് ഇൻ വാർ ആൻഡ് ലവ് എന്ന് പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി, എതിരാളിയെ തോൽപ്പിക്കാൻ വേണ്ടി ഏത് ലെവലും സ്വീകരിക്കാം, അതിൻ്റെ അകത്ത് ഒരു തെറ്റുമില്ല എന്നുള്ളത് നമ്മുടെ ഒരു ന്യൂ നോർമലായി മാറിയിട്ട് കാലങ്ങളായി. താങ്കൾ എന്താണ് അതിൽ കാണുന്നത്? ശോഭയെ കൊടുക്കാനായിട്ടുള്ള എന്ത് ശ്രമം നടന്നിട്ടുണ്ട് എന്നാണ് താങ്കൾ സംശയിക്കുന്നത്? ഒരു കാര്യം ഞാൻ പറയാം. എന്റെ ഈ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഒരു വയോധികയുടെ വോട്ടിന് വേണ്ടി അവർ വോട്ട് ചെയ്യാൻ പോകുന്നു തന്നെ ഉറപ്പില്ല, കാര്യം അത്ര വയ്യ അവർക്ക്. അതിനുവേണ്ടി 5000 രൂപ കൊണ്ട് കൈക്കൂലി കൊടുക്കാനും മാത്രം വിട്ടുകയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് തോന്നുന്നില്ലായിരിക്കാം. ഇനി ഒരു കാര്യം ഞാൻ പറയാം. എനിക്ക് ഇനി അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ അത് അതിന്റെ വഴിക്ക് പോകട്ടെ. അത് ഞാൻ പറഞ്ഞല്ലോ, ഈ അവിടെ ഇതിൽ നിന്ന് ഇന്നത്തെ ഈ ഇപ്പോഴുണ്ടായി അവസാന നിമിഷത്തിലുണ്ടായ കാര്യം ഒരുപാട് നമുക്ക് അതിൻ്റെ അകത്ത് there are so many dots to be filled എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 2 ആംഗിളിൽ നിന്ന് ഒരേ സമയം വീഡിയോ എടുക്കുന്നു. അവിടുത്തെ കോൺഗ്രസിന്റെ ഒരു പ്രാദേശിക നേതാവ് ആ സ്ത്രീയോടൊപ്പം നിൽക്കുന്നു. ആ വളരെ ശ്രദ്ധയോടെ എടുക്കുന്ന വീഡിയോയിൽ അവരുടെ മുഖം കാണുന്നില്ല. ഇങ്ങനെയൊക്കെ ഒരു പുകമറയുടെ ലക്ഷണങ്ങളും അങ്ങനെ കുറെ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് നമുക്ക് സംശയത്തിന്റെ നിലയിൽ നിർത്താവുന്ന രീതിയിലുണ്ട്. അതവിടെ നിൽക്കട്ടെ. അത് ഇനിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനോ പറഞ്ഞ കാര്യം താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ, ഈ ഉത്തരേന്ത്യൻ മോഡൽ BJPയുടെ ഈ കാശ് കൊടുക്കൽ രാഷ്ട്രീയം അതിവിടെ വിലപ്പോവുകയില്ല എന്ന്. നോക്കൂ, അല്ല ഇനി ഞാനൊരു കാര്യം പറയട്ടെ. ഈ കാശ് കൊടുക്കൽ മോഡൽ എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, അദ്ദേഹം ഈ ആനന്ദ് കൊച്ചുകൂടി കുറച്ച് കാണരുത്. വേറൊരു കാര്യം ഞാൻ പറയട്ടെ. ഇവിടെ ഇപ്പൊ മോഹൻ വർഗീസ് സാറ് പറഞ്ഞു, എന്റെ മഞ്ജുഷേ, നമ്മുടെ നാട്ടിലെ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധിയുടെ കരിയർ ആരംഭിക്കുന്നത് ഒരു പെരും നുണ പറഞ്ഞുകൊണ്ടാണ്, അല്ലേ? തെരഞ്ഞെടുക്കപ്പെട്ട ഇപ്പം ഇവിടെ MLA ആയിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നവൻ ആദ്യം ചെയ്യുന്ന ഒഫീഷ്യൽ ഡിക്ലറേഷൻ എന്താണ്? എല്ലാ കാൻഡിഡേറ്റ്സും ഞാൻ തെരഞ്ഞെടുപ്പിൽ ഇത്ര രൂപയെ ചെലവാക്കിയിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് 25 ലക്ഷം രൂപ 20 ലക്ഷം രൂപ ഒരു അസംബ്ലി മണ്ഡലത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി വാരി എറിയുന്നത് കോടികളാണ്, നമുക്കറിയാം. ഇങ്ങനെ ഒരു പെരും നുണ പറഞ്ഞുകൊണ്ടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കാര്യമാണ് പറയുന്നത്. അവന്റെ പൊളിറ്റിക്കൽ കരിയർ ആരംഭിക്കുന്നത് തന്നെ പണം വാരി എറിഞ്ഞുകൊണ്ടാണ്. അതത്ര ഈ പറഞ്ഞ പോലെ ആനന്ദ് കൊച്ചുകൂടി പറഞ്ഞില്ല, ആ പോസ്റ്റർ അടിക്കുന്നതിനൊന്നും പറയേണ്ട കാര്യമാണത്. ഇതാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ ഒഴുകുന്നത് മുഴുവനും കള്ളപ്പണമാണ്, നമുക്കറിയാവത്. അവിടെ എന്തും നടക്കും. അതിന് ഉത്തരേന്ത്യൻ മോഡൽ എന്നും പറയണ്ട. കേരള മോഡലും അത്ര മോശമൊന്നുമല്ല. കേരള മോഡൽ ഒട്ടും മോശമല്ല, ഒട്ടും തിരക്കേടില്ലാത്ത നല്ല ഗംഭീരമായിട്ട് സർവ്വവൃത്തികേട് ഇവിടെ നടക്കുന്നുണ്ട്. ജാതി മത വർഗീയ പരിഗണനകൾ വെച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അല്ലാതെ കൊട്ടിഘോഷിക്കപ്പെടുന്ന രാഷ്ട്രീയ പ്രബുദ്ധതയും മതേതരത്വവും തേങ്ങാക്കൊലയും മാങ്ങാത്തൊലിയും ഒന്നുമില്ല. ഇവിടെ നടക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. വെറുതെ നമ്മൾ ഈ ആവശ്യമില്ലാതെ വെറുതെ പൊങ്ങച്ച വെച്ച് നടക്കരുത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. ഇതാണ് യാഥാർത്ഥ്യം. നമ്മൾ നിൽക്കുന്ന സമൂഹത്തിലെ യാഥാർത്ഥ്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അതിൻ്റെ അകത്ത് ഇപ്പൊ എനിക്ക് എന്റേതായ രാഷ്ട്രീയ വിശ്വാസമുണ്ട്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇതിൻ്റെ അകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഈക്വൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇല്ലെന്ന് മഞ്ജുശ്രീ പറയാമോ?
മനുഷ്യ ഈ കാൻഡിഡേറ്റ്സും ഈ ജയിച്ചു വരുന്നവരും കൊടുക്കുന്ന ഡിക്ലറേഷന്റെ അകത്ത് 1% സത്യമുണ്ടോ മഞ്ജുഷേ? നമ്മൾ ഇതിന്റെ ഈ വർണ്ണപ്പൊലിമയെ കാണുമ്പോൾ അവർ കൊടുക്കുന്ന സത്യവാങ്മൂലത്തിൽ സത്യമില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്രമാത്രം കോലാഹലമാണ് നടക്കുന്നത്. മറ്റൊരു കാര്യം, അതിനകത്തൊരു എടുത്തു പറയേണ്ട ഒരു മാതൃക കൂടി നമുക്കിവിടെ ചൂണ്ടിക്കാണിക്കാം. പുതുപ്പള്ളി മണ്ഡലത്തിൽ ചാണ്ടി ഉമ്മൻ, താങ്കൾ കൂടി സമ്മതിക്കുന്ന ഒരു കാര്യമായിരിക്കും. പുതുപ്പള്ളി മണ്ഡലത്തിൽ ചാണ്ടി ഉമ്മൻ UDF സ്ഥാനാർത്ഥി, അദ്ദേഹം ഒരു മാതൃകയായിരിക്കും മിക്കവാറും. കാരണം അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ചെലവില്ല. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ നിതിൻ ഗഡ്കരി കാണിച്ചത് മാതൃകയാണ്. നാഗ്പൂർ മണ്ഡലത്തിൽ ചുവരെഴുത്തുകളില്ലായിരുന്നു, കൊടിതോരണങ്ങളില്ലായിരുന്നു, ഇതൊന്നുമില്ലായിരുന്നു. നാഗ്പൂർ മണ്ഡലത്തിൽ അങ്ങനെയാണ് നിതിൻ ഗഡ്കരി ജയിച്ചത്. ഇത് ചാണ്ടി ഉമ്മൻ കാണിച്ചത് നല്ല മാതൃകയാണ്, സംശയമൊന്നുമില്ലാത്ത കാര്യമാണ് അത്. ഒരു കാര്യമുണ്ട്, നമ്മുടെ രാജ്യത്തെ അഴിമതിയുടെ വേരുകൾ കിടക്കുന്നത് മുഴുവൻ ഈ തെരഞ്ഞെടുപ്പിൽ ചെലവഴിക്കുന്ന പണത്തിലാണ്. ഈ കോടിക്കണക്കിന് രൂപ വാരി എറിയുമ്പോൾ ഓരോ സ്ഥാനാർത്ഥിയും അവന്റെ കയ്യിൽ നിന്നും കൂടെ മുടക്കണം. ഇത് ഇവന് തിരിച്ചു പിടിക്കണം. അല്ല, ആ പൊലിമ കൂടുതൽ കാണിക്കുന്നത് BJP ആണ് കേട്ടോ. BJP ആണ് ഏറ്റവും കൂടുതൽ പൊലിമ കാണിക്കുന്നത്, ഏറ്റവും കൂടുതൽ പണം മുടക്കുന്നത്. ഞാൻ ആരെയും ഇതിൽ നിന്ന് മാറ്റി നിർത്തുന്നില്ല. കാര്യം ഈ ഇപ്പോഴത്തെ നമ്മുടെ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു ഫാക്റ്റാണ്, അവിടെ മത്സരിക്കാൻ ഇറങ്ങുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നിലവിലുള്ള യാഥാർത്ഥ്യങ്ങളിൽ നിന്നും മാറി നിന്ന് ചിന്തിക്കാനാവില്ല. ചാണ്ടി ഉമ്മനും നിതിൻ ഗഡ്കരിയും ഒക്കെ എക്സെപ്ഷൻസ് ആണ്. ഇതൊരു ടോട്ടൽ സിസ്റ്റം അങ്ങനെ കറക്റ്റ്. ശരി, ശ്രീ ആനന്ദ് കൊച്ചുകൂടി, അപ്പോൾ ശോഭയെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, ഇത് എല്ലായിടത്തും നടക്കുന്ന കാര്യമാണെന്ന് ശ്രീ ആനന്ദ് കൊച്ചുകൂടി. അല്ല, എനിക്ക് മനസ്സിലാകുന്നില്ല. അത് അദ്ദേഹം വീണ്ടും സമീകരിക്കുകയാണ്. ഈ എന്താണ്, എല്ലാവരും നുണ പറയുന്നു, സത്യവാങ്മൂലം, വ്യാജ സത്യവാങ്മൂലം കൊടുക്കുന്നു, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അല്ലെങ്കിൽ 25 ലക്ഷം രൂപ മാത്രമേ ചിലവാക്കുന്നുള്ളൂ എന്ന് പറയുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതും ഇതുമായിട്ട് കൈക്കൂലി കൊടുക്കുന്നതുമായിട്ട് സമീകരിക്കുകയാണ്. അത് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ, ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ മറ്റു കാര്യങ്ങളുണ്ടല്ലോ, ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടിങ്ങിനെ കുറിച്ച്. ഇവിടെ BJP കഴിഞ്ഞ 10 വർഷമായിട്ട് ഭരിക്കുന്നു, ഇവിടെ 10 അല്ല, ഇപ്പോൾ 12 വർഷമായി ഭരിക്കുന്നു. അവർക്ക് ഈ ഒരൊറ്റ ഇപ്പോൾ മറ്റ് പലതരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്ന BJP ആരെയും കൂസാതെ, ആരെയും മുഖവിലേക്ക് എടുക്കാതെ പല നിയമങ്ങളും നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ പാസ്സാക്കിയെടുക്കുന്ന BJP, അവർക്ക് നമ്പേഴ്സും ഉണ്ട്. അവർക്ക് വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു കാര്യമാണ്, ഒരു നിയമം പാസ്സാക്കിയാൽ മതി. ഇവിടെ അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് ADR മുതൽ പല സംഘടനകൾ പറയുന്നതാണ് ഇന്ത്യയിൽ സ്റ്റേറ്റ് ഫണ്ടിംഗ് ഓഫ് ഇലക്ഷൻസ് വേണമെന്ന്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകാമെന്ന് BJP പറയുന്നുണ്ടല്ലോ. ഭരണഘടനാ ഭേദഗതി വേണം. അല്ല, ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഇതുമായിട്ട് ബന്ധപ്പെടുത്തേണ്ടതില്ല. അത് വേറൊരു എന്താണ്, അതിന് കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഈ സ്റ്റേറ്റ് ഫണ്ടിംഗ് ഓഫ് ഇലക്ഷൻസിന് അതുപോലെയുള്ള ഒരു പ്രശ്നവുമില്ല. വളരെ എളുപ്പത്തിൽ പാസ്സാക്കിയെടുക്കാവുന്ന ഒരു നിയമമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.